അതുല്യമായ കലാവിസ്മയങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കലോത്സവം ഇങ്ങനെ ഈ തിരുവനന്തപുരത്തിന്റെ തിരുവരങ്ങിൽ തുടരുമ്പോൾ നമ്മുടെ തിരുവരങ്ങ് സ്റ്റുഡിയോയിൽ കേരള വിഷൻ ന്യൂസിന്റെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് കാസർഗോഡ് നിന്ന് അല്ലേ? എന്താ മോളുടെ പേര്? സ്വാസ്തിക സുരേന്ദ്രൻ അല്ലേ? കാസർഗോഡ് എവിടെയാ? കാഞ്ഞങ്ങാട് എവിടെയാ? വെള്ളിക്കോത്താണ് അല്ലേ? ഏതാ സ്കൂള്? MBS GVHS വെള്ളിക്കോത്ത്. എത്രാം ക്ലാസ്സിൽ പഠിക്കും? 9th. ഇത് എത്രാമത്തെ സ്റ്റേറ്റ് കലോത്സവം? ഫസ്റ്റ് ആണോ? ഇപ്പൊ ഏതിലാ മത്സരിച്ച്? നാടോടി നൃത്തം. ആണോ? എന്നിട്ട് എ ഗ്രേഡ് കിട്ടിയോ? കിട്ടി. ആ വരുമ്പോഴേ ഇങ്ങനെ ഒരു അല്ലേ, ഇങ്ങനെ ചിരിച്ചോണ്ടാ കുടുങ്ങിയാ വന്നേക്കുന്നേ. ആ ഒരു മികവ് നമുക്കൊന്ന് കാണണം. കണ്ടതിന് ശേഷം ബാക്കി അല്ലേ? റെഡിയല്ലേ? അപ്പൊ നമുക്ക് നേരെ സ്വാസികയുടെ ആ ഒരു പ്രകടനത്തിലേക്ക് പോകാം. ഓക്കെ, യാ വാ. തല്ലി തൊണ്ടിയാക്കി കയറ് വിരിക്കും ഞങ്ങൾ വേമ്പനാട്ടു തീരത്തെ പെൺമണികൾ. കാണാനഴകുള്ള കാതിലോലയിട്ട കണ്ണാടി ചില്ലുപോലെ ചില്ലുവെണ്ണ് കരിവിട്ടി തടിയുള്ള കള്ള കാമുകൻ കാതിൽ കിന്നാരം ചൊല്ലും മാരൻ. അവർക്കൊരു കുഞ്ഞ് ചിന്ന കോരൻ സുഖമേറും സന്തോഷ നാടുകള്. ഒരു പകലിന്നൊരു രാത്രി എന്ന പോലെ മഹാദുഃഖം വന്നു ചീലുവിന്. കർക്കിടകം കാലി തുള്ളി പെയ്യും രാത്രി പട പൊട്ടിമാരൻ മരിച്ചുപോയി. മരിച്ചതോ കൊന്നതോ അറിയാതെ തലതല്ലി കരയുന്നു ചീലുപെണ്ണ്. പിന്നെയും കർക്കിടകം മാറി മാറി വന്നു ചീലുവും മേഘരായി മാടത്തിൽ. തക്കം നോക്കി കറങ്ങി നടക്കണ മൂപ്പൻ നായർ ചീലുവിലാശയുമായി. തമ്പ്രാന്റെ ശിങ്കിടി മൂപ്പൻ നായർ ഒരു രാത്രി ചീലുവിന്റെ മാടത്തിലെത്താണ്. അടിയേറ്റ നായർ തിരിച്ചുപോയി. പകയോ മനസ്സിൽ നിറഞ്ഞു നിന്നു. പകരം വീട്ടാൻ ചക്കം പാർത്ത് പകയൊരു കരലാക്കി നടന്നു നായർ. അടിമപ്പണിക്ക് പിള്ളേരെ തേടി പറങ്ങി പടയത്തിൽ. ഇങ്ങനെ അഭിനയിക്കാറുണ്ടോ? ഉണ്ട്. ആ ഭാവമൊക്കെ കണ്ടപ്പോ ഏതിൽ അഭിനയിച്ചു? ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ഭാവം കണ്ടപ്പോ എനിക്ക് ഏതൊക്കെ ഷോർട്ട് ഫിലിം? ഒരു ഷോർട്ട് ഫിലിം, ഒരു സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ ഒരു സിനിമാ താരം കൂടിയാണ് സ്വാസ്തിക സുരേന്ദ്രൻ അല്ലേ? അപ്പൊ സ്വാസ്തികയ്ക്ക് നമ്മുടെ മിൽമയുടെ ഒരു സമ്മാനമുണ്ട്. മിൽമ സ്പോൺസർ ചെയ്യുന്ന കേരള വിഷൻ ന്യൂസിന്റെ ഒരു സമ്മാനം. അത് നൽകുന്നത് നമ്മുടെ വിനയാണ്. വിനയ, സ്വാഗതം. സന്തോഷായില്ലേ? മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറില്ലേ? ഉണ്ട്. ഇഷ്ടമാണല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇനിയും നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ, ഇനി വലിയ സിനിമകളിലൊക്കെ കാണട്ടെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.